ഓ എന്റെ പൊന്നെ, ഇത് ചൈനയിലെ എന്നാണ് തോന്നുന്നു, പക്ഷെ ഇത് നെതർലൻഡിലെ എന്നാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, കുസിൻസ് ആൻഡ് കുസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ എയർഗാർഡിലുള്ള ഒരു പീക്കോ പാർക്കിലാണ് നിൽക്കുന്നത്. പീക്കോ പാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും വെറൈറ്റി ആയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എൻട്രി ഫീസ് എടുത്ത് 300 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പം നമ്മൾ എൻട്രി ഫീസ് എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെയുള്ള ഒരു ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ. ബുദ്ധൻ്റെ ഒരു ശില്പം ഇവിടെ വെച്ചിട്ടുണ്ട്, സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അതിന് വെള്ളമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ ബേർഡ്സൊക്കെ കാണാനുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതായിട്ട് തൊട്ടടുത്തായിട്ട് ചെറിയൊരു നഴ്സറിയിലാണ് കേട്ടോ. അവിടെ നിന്ന് മേടിക്കാമെന്ന് തോന്നുന്നു ഫ്രണ്ട്സൊക്കെ. ഹായ് മാം. ഹായ്. ഇതെങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? റേറ്റ് എങ്ങനെയാ? സ്റ്റാർട്ടിങ് 75. എല്ലാം 75 ഇത്. ഇതാ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. 75 ആണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഇതിൽ കിട്ടില്ല കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് ഇവിടെ എല്ലാത്തിനും. ഓർക്കിഡ്, ഇതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെടികളൊക്കെ തന്നെ. പിന്നെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, നഴ്സറി. ഇത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി കുറേ കാഴ്ചകളൊക്കെ കാണാം. ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെ ഐറ്റംസ് ആണുള്ള ബേർഡ്സ് ആണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫെൻസ് ഐറ്റം ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതത് ചൈനയിലെ എന്നാണ് 7 to 8 years. അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും എഗ് പ്രൊഡക്ഷൻ്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാട്ടിലാണെന്ന് തോന്നുന്നു, പക്ഷെ ഇത് നെതർലൻഡിലെ ഹെന്നാണ് കേട്ടോ കാണുന്നത്. നെതർലൻഡിലെ ഹെന്നാണ്. 7 വയസ്സ് തുടങ്ങി 8 വയസ്സ് വരെയുള്ളവരാണ് ഇത് കിടക്കുന്നത്. എഗ് പ്രൊഡക്ഷൻ നോക്കിയാൽ ആനുവൽ 200 എഗ് വരെ കിട്ടും നമുക്ക് ഇതിൽ നിന്ന്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാധനം നല്ല കാണുന്നതാ. ആഫ്രിക്കൻ കോഴിയാണിത്. ഇവര് വർഷത്തിലൊരു 100 മുട്ട വരെ ഇടും കേട്ടോ. 10-15 വയസ്സ് വരെയാണ് ഇവര് ഉള്ളത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എല്ലാ കൺട്രീസിലുമുള്ള കോഴികളെ കാണാൻ പറ്റും കേട്ടോ. പല സൈസിലുള്ള കോഴികളുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത നല്ല ഭംഗിയുള്ള കോഴി. ഇത് മറ്റേ നമ്മളിപ്പോ കണ്ടല്ലേ, പുള്ളി കൂടിയ രോമൊക്കെ വിരിച്ച് ചിറകൊക്കെ വിരിച്ച് നിൽക്കണ നോക്കിയേ. അതിന്റെ ശരിക്കുള്ള ഇത് ഇത്രയല്ല, അത് ചിറക് വിരിച്ചപ്പോഴത്തേക്കും നല്ല വലുതായിട്ട് തോന്നുന്നുണ്ടല്ലേ. കുതിരച്ചേട്ടനെ കാണിച്ചു തരാം. ഒരു കുതിരച്ചേട്ടനെ അവിടെ നിൽപ്പുണ്ടേ. കുതിരച്ചേട്ടനെ കാണിച്ചു തരാം. പുള്ളി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു റൈഡ് ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡ് ഉണ്ട് ഇവിടെ. ഇതാ പോണി റൈഡ് അവൈലബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടാ, പോണി റൈഡ് അവൈലബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഹോഴ്സ് ഉണ്ട്, പോണി റൈഡ് അവൈലബിൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിള്ളേരൊക്കെ വരുവാണെങ്കിൽ പിള്ളേർക്ക് കുതിര സവാരിയൊക്കെ നടത്താം അതിൻ്റെ ഉള്ളിൽ. അതിനുള്ള സെറ്റപ്പാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കൊള്ളാം. പേരെന്നാ? കുക്കി സ്നോബാൾ. കുക്കി ആൻഡ് സ്നോബാൾ. ഇത് ശരിക്കും സ്നോബോൾ തന്നെയാണ്, ശരിക്കും മഞ്ഞുപോലെ തന്നെ ഇരിക്കണ. എത്ര വയസ്സുണ്ട് ഇതിന്? 6 വയസ്സ്. 4 വയസ്സ്. 6 വയസ്സുള്ള ആളാണ് കേട്ടോ ഇത്. അതിന് 4 വയസ്സ്. സ്നോബോൾ തന്നെ, ശരിക്കും സ്നോബോൾ തന്നെ ഇരിക്കണം കേട്ടോ. പിടിച്ചിട്ട് ശരിക്കൊരു പപ്പ മേടിക്കണ പോലെ. സെക്ഷനാണ്. ഓ എന്റെ പൊന്നെ, ചോളമാണ് ഈ കൂട്ടുകാർക്ക് കൊടുക്കണം കേട്ടോ. അവര് രക്ഷയില്ല കേട്ടോ. ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ആക്രാന്തം പിടിച്ച് കഴിക്കണം. എനിക്ക് കഴിച്ചോ. പെരലും കടിച്ചു. വേറെ സെക്ഷൻ നമ്മുടെ ഗോട്ടിന്റെ ഫാമാണ് കേട്ടോ. അതിന്റെ കൂട് നോക്കിക്കേ. കൂട് നല്ല അടിപൊളിയായി ചെറിയൊരു ഗുഹ പോലെ ഇരിക്കണം. എല്ലാ സൈസിലെ കൂട്ടും ഉണ്ടെന്ന് തോന്നുന്നതില്. സാധാ കൂട്ടുണ്ട്, സാധാ ആടുണ്ട്. അപ്പുറത്തിപ്പുണ്ട് സാധാ ആട്. ഇത് ചെമ്മരിയാട്. എല്ലാ സൈസിലെ ആടും ഉണ്ട് കേട്ടോ. ഇക്കോ പാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ.
കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കിളികളുടെ ഉള്ളിലൊക്കെ ചെന്നിട്ട് ഇപ്പൊ ഡോഗിനെ പിടിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഡോഗിനെ അങ്ങനെ പിടിക്കാറില്ല. ഡോഗിനെ പിടിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇവിടെ ആട് കണ്ടോ, പല സൈസിലെ ആട് കണ്ടു. ഇത് കഴിക്കണം നോക്കിയേ, അനാറായിട്ട് കൊടുത്തിരിക്കുന്നവർക്ക്. നല്ല രസമുള്ള ഒരു പാർക്ക്. പക്ഷെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഒട്ടും വേസ്റ്റ് അല്ല കേട്ടോ. നമ്മൾ 300 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാഭമാണ്. നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ശരിക്കും പിള്ളേരൊക്കെ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ആ കിളികളുടെ ഉള്ളിലൊക്കെ കയറിയണമെങ്കിലല്ലേ നല്ല രസമായിരിക്കും. അവിടെ മേത്തൊക്കെ വന്നിരിക്കുമ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് ശരിക്കും. അത് നല്ല ഓസ്ട്രിച്ചിന്റെ സെക്ഷനാണ് കേട്ടോ. ഓസ്ട്രിച്ച് 2 എണ്ണം ഉണ്ട്, നല്ല ജമണ്ടൻ 2 സാധനങ്ങളുണ്ട് ഇവിടെ. ഷുഗർ, സാൾട്ട്, പെപ്പർ 3 എണ്ണം ഉണ്ട്. ഷുഗർ, സാൾട്ടും പെപ്പറും. ഇത് ഒരാളവിടെ നിൽക്കണേക്ക്. ഇത് ഏതാണ്? പെപ്പറാണോ ഇത്? நீங்க எடுக்கிறீங்களா? எடுத்துட்டேன். ഓ വാ 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 വാ. കൈ കടിച്ചു കഴിഞ്ഞത്, കൈ കടിച്ചു കഴിഞ്ഞത്. ഒന്നുമില്ല തരാൻ. കയ്യിലൊന്നും ഇല്ലടോ, ഒന്നുമില്ലടോ. നോക്കിക്കോ. ஒன்னொன்னு கொடுங்க. இந்தாங்க അത് കണ്ടോ, மேலத்துக்கு கொடுங்க. ഇത് ഏതാ ആട്? ഏത് കോട്ട ഇത്? இதெல்லாம் வராடு. വരയാടാണ്, വരയാട്. ഇതിന്റെ കൊമ്പ് കണ്ടോ, നല്ല രസം കാണാൻ. വിശന്നിരിക്കണോ കേട്ടോ എല്ലാരും. നല്ല ഫോട്ടോ ആണോ, ഷോർട്സ് എടുത്തോ. എലി, റാബിറ്റിന്റെ ഒരു സെക്ഷനാണ്. അമ്മയെ കുഞ്ഞുങ്ങളാണ്. സെക്ഷന് താഴെയാണ് റാബിറ്റ് ഉള്ളത്. ഇത് കുഞ്ഞു എലികളെ നോക്ക്. എലിപ്പനി അറിയോ? കറുപ്പും വെള്ളയും കാപ്പിയും എല്ലാ കളറും ഉണ്ട്. താഴെയാണ് റാബിറ്റ് കിടക്കുന്നത് കേട്ടോ. റാബിറ്റിന്റെ സെക്ഷൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു താഴെ. பேர் வந்து இங்கிலீஷ்ல சொல்லுவாங்க, எனக்கு തമിഴില് தெரியல. മങ്കിയുടെ ഇതാണ്. மங்கின்னு வேற பேர் என்ன சொல்றாங்க. ഇത് കുരങ്ങിന്റെ, നമ്മുടെ മങ്കീസിന്റെ ഒക്കെ ഒരു സെക്ഷനിൽ പെട്ടതാണ്. ഇതിനെ പക്ഷെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല, ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല, ഇവർ ചാടിപ്പോകും. കൊടുക്കാം. ഇവിടെ റെസ്ട്രിക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, സ്ട്രിക്ട്ലി നോ ഫീഡിങ്. നമ്മുടെ അടുത്ത സെക്ഷനാണ് റാബിറ്റിന്റെ ഒരു സെക്ഷനാണ്. ഇതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡില് 2 സൈഡില് ചെറിയ ചെറിയ കൂടുകളൊക്കെ ഇട്ട്. ഇത് കണ്ടത്. ഹലോ, ഹായ്. 2 പേരല്ല, നിങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് തോന്നുന്നവര്. ഹായ്. ഇവിടെ അതെ ഗ്രേ അങ്കോറ റാബിറ്റ്. ഹായ് അമ്മോ, ഹലോ. പുറത്തോട്ട് വാ. കാണാൻ പറ്റില്ല, പുറത്തോട്ട് വന്നാലേ രസം ഉണ്ടാവുള്ളൂ. ഇത് മിനി ലോപ്പ് റാബിറ്റ്. നിങ്ങൾക്ക് ഫുഡില്ലല്ലോ ഒന്നും തരാൻ. ഫുഡില്ല കേട്ടോ തരാൻ. അവിടെ കിടന്നോ. ഇത് കണ്ടതാ. ഇത് ന്യൂസിലാൻഡിലെ വൈറ്റ് റാബിറ്റ്. പക്ഷെ നമ്മള് അവിടെ പോയതിനേലും ആ കൊടൈക്കനാലിൽ നമ്മള് റാബിറ്റ് ഫാമിലി പോയില്ലേ, അതിലും കൂടുതൽ റാബിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള റാബിറ്റ് ഉണ്ട്. ഹായ്. നല്ല നല്ല പൂട, നല്ല രസം. ഹലോ, എന്താണിപ്പാ? ഫുഡൊന്നും കിട്ടിയില്ലേ? ഫുഡൊന്നും കിട്ടിയില്ലേ? ഒന്നുമില്ല കേട്ടോ കയ്യില്. ഇതെന്താന്നറിയാം, ഇത് റാബിറ്റ് അല്ല, ഇത് അബ്സിനാൻ ഗിന്ന പിഗ് ആണിത്. പിഗ്സ്. ഹലോ, നല്ല രസം. എനിക്ക് എടുത്തോണ്ട് പോകാൻ തോന്നുന്നുണ്ട്. പെരുവിയൻ ഗിന്ന പിഗ് ആണ് കേട്ടാ. അയ്യോ, ഇതിനൊന്ന് കിട്ടിയെങ്കിൽ കയ്യില്. എടാ വാടാ, വാ. കണ്ണു മാത്രം കാണാം, കുഞ്ഞൊരു പപ്പിനെ പോലെ. ഹലോ, വാടോ. എടാ വാടോ, വാ. തിന്നാൻ കൊടുത്തെങ്കിൽ വന്നേനെ. കടിച്ചോണ്ട് പോയാ. ഇവിടെ കുറച്ച് ടീംസ് പുറത്തിറങ്ങി നിൽപ്പണ്ടേ. രസമുണ്ട്. ബാബാ എന്റെ കണ്ട കാലിലൊക്കെ നിറച്ച് രൂപമൊക്കെ ആയിട്ട്.
എമു ആണ് കേട്ടോ കാണുന്നത്. ഓസ്ട്രേലിയയാണ് കൺട്രി. ഹൈറ്റ് 5 ഫീറ്റോളം ഉണ്ട്, 5 അടി ഉയരമുണ്ട്. വെയിറ്റ് 45-50 കിലോ ഉണ്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്തുണ്ടോ, കൂട്ടിനുണ്ടോ? 3 എണ്ണം പുറത്തുണ്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട്.